നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഏറെ നടുക്കിയ ഒരു മരണമായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ ആത്മഹത്യ. അക്ഷരാർത്ഥത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ നേടിയ ഒരു ആത്മഹത്യയായിരുന്നു. നമുക്ക് ആ സംഭവ വികാസങ്ങളൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും മകനെ നഷ്ടമായ വേദനയിലായിരിക്കുന്ന സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് സർക്കാരിന്റെ അവഗണന. കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകണമെന്ന ഉത്തരവ് സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സർക്കാരിനെതിരെ. 2024 ഒക്ടോബർ 1 സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതുവരെ നിർദ്ദേശം നടപ്പിലാക്കിയില്ല. ഇതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വീണ്ടും ഇടപെട്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ജൂലൈ 10 ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ്. വയനാട് പൂക്കോട്ടൂർ വെറ്റിനറി കോളേജിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന റാഗിങ്ങിന് പിന്നാലെയാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയത്. സിദ്ധാർത്ഥിന് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സന്ദീപ് വാചസ്പതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. 2024 മാർച്ച് 3 അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. ഇത് പരിഗണിച്ച കമ്മീഷൻ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു. 1 മാസത്തോളം പിന്നിടുകയും ചെയ്തു വിധി വന്നിട്ട്. എന്നാൽ ഉത്തരവ് സർക്കാർ നടപ്പാക്കാൻ വൈകി. ഇതോടെ 8% പലിശ സഹിതം തുക നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതും പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഇതേ തുടർന്ന് ജൂലൈ 10 സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. 2024 ഫെബ്രുവരി 18 തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥിനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥ് ഇരയായി. SFI പ്രവർത്തകരടക്കം 18ഓളം പേർ കേസിൽ പ്രതികളായി. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് സിദ്ധാർത്ഥിന് ക്രൂരമായി മർദ്ദനമേറ്റു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വെച്ച് അടിച്ചു. ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിച്ചു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചെന്നും പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു എന്നതടക്കമുള്ള ആരോപണവുമായി കുടുംബം രംഗത്തെത്തുകയായിരുന്നു. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെ കേസിൽ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകാൻ തുടങ്ങി. കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് കേസ് പിന്നീട് സർക്കാർ CBIക്ക് വിട്ടു. പക്ഷേ രേഖകളടക്കം കൈമാറുന്നതിൽ താമസം വരുത്തി കേസ് അന്വേഷണം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. കേസിലെ പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടർ പഠനം നടത്താൻ പിന്നീട് ഹൈക്കോടതി അനുവാദം നൽകി. പക്ഷേ ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങി സിദ്ധാർത്ഥന്റെ കുടുംബം. ഇതിനിടയിൽ നിർണായകമായ മറ്റൊരു ഇടപെടൽ കൂടി ഉണ്ടായി. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവിറക്കിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. നേരത്തെ പ്രതികളായ വിദ്യാർത്ഥികൾ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് മണ്ണുത്തി ക്യാമ്പസിൽ താൽക്കാലികമായി പഠനം തുടരാം, ആർക്കും ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കില്ല. ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ പഠന വിലക്ക് നേരിട്ടവരാണ് ഹൈക്കോടതിയിൽ നിന്നും ഇളവ് നേടിയത്. കുറ്റാരോപിതരെ ആന്റി റാഗിംഗ് കമ്മിറ്റി കേട്ടിരുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഈ സമയം വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിലോ ഒളിവിലോ ആയിരുന്നു. ഇവരെ കേട്ട ശേഷം കമ്മിറ്റി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി നടപടി വ്യക്തമാക്കും. ഇതുകൂടി പരിഗണിച്ചാകും കോടതി അന്തിമ തീർപ്പിലേക്ക് പോകുന്നത്. എന്തായാലും ഈ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ കേരള വെറ്റിനറി സർവകലാശാല പുറത്താക്കുന്ന നടപടി അടക്കം സ്വീകരിച്ചതാണ്. 19 പേരും കുറ്റക്കാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സർവകലാശാല ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതാണ്. സർവകലാശാല റാഗിംഗ് വിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി സ്വീകരിച്ചത്. പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പഠനം തുടരാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥിന്റെ അമ്മ MR ഷീബ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലായിരുന്നു നടപടി സ്വീകരിച്ചത്. പ്രതികളെ കോളേജിൽ നിന്ന് പുറത്താക്കിയതും ഡിബാർ ചെയ്തതും റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചാണ് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതേസമയം ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും സർവീസിൽ തിരികെ എടുക്കാനുള്ള തീരുമാനം അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചിരുന്നു. ഇരുവരെയും തിരിച്ചെടുക്കാനുള്ള മാനേജിംഗ് കൗൺസിൽ നടപടിക്കെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബവും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും ഗവർണറെ സമീപിച്ച സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണെന്നും അവർക്ക്
കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നുമായിരുന്നു ഗവർണർക്ക് മുന്നിലെത്തിയ ആവശ്യം. റിപ്പോർട്ട് പരിഗണിച്ച സർവകലാശാല മാനേജിംഗ് കൗൺസിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ പരിഗണിച്ച് യാതൊരു നടപടികളും കൂടാതെ രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കുക എന്നൊരു തീരുമാനം സ്വീകരിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്ത് വന്നത്. വെറ്റിനറി സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം അക്കാദമിക് സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുകയെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതില്ല. സർവകലാശാലയുടെ തീരുമാനം റദ്ദാക്കണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകണം എന്നതടക്കമുള്ള ആവശ്യമായിരുന്നു മാതാപിതാക്കളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിൽ ഉന്നയിച്ചിരുന്നത്. കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കാൻ വിസമ്മതിച്ച VC ഡോക്ടർ KS അനിൽ ഇത് സംബന്ധിച്ച് മേൽനിർദ്ദേശങ്ങൾക്കായി രാജ്ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീടാണ് കൗൺസിൽ തീരുമാനം തടഞ്ഞുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. എന്തായാലും ഈ മകൻ്റെ മരണം, അതായത് മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഒരു മാതാപിതാക്കൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണം കൂടി ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ പ്രതികരണമൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതായത് ഈ കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് മകൻ്റെ മരണത്തിന് 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നതടക്കമുള്ള ആരോപണം നേരത്തെ ഈ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു. മകൻ്റെ മരണം സംഭവിച്ച 1 വർഷത്തിന് ശേഷവും പീഡിപ്പിക്കപ്പെടുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം ആ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. CPM-ഉം SFIയും ഇപ്പോഴും കുറ്റക്കാർക്കൊപ്പമാണ് എന്ന ഒരു ആരോപണം കൂടി ആ കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. മനുഷ്യത്വമുണ്ടെങ്കിൽ ഇനിയെങ്കിലും കൂടെ നിൽക്കണമെന്നായിരുന്നു അമ്മ ഷീബയുടെ ആവശ്യം. മകന്റെ ഓർമ്മകളും ആഗ്രഹങ്ങളും മുറുകെ പിടിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് അച്ഛൻ T ജയപ്രകാശും അമ്മ ഷീബയും പ്രതികരിച്ചത്. ഒപ്പം നീതിക്കുള്ള പോരാട്ടം തുടരുകയാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ ആഗ്രഹമായിരുന്നു അവനൊപ്പം അമ്മയും വയലിൻ പഠിക്കണമെന്ന്. മകൻ പോയെങ്കിലും ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയാണ് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവന് ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, മകൻ്റെ മുറി, വരകൾ, പുസ്തകങ്ങൾ, ഉടുപ്പുകളെല്ലാം നിധി പോലെ ആ മാതാപിതാക്കൾ കാത്തു സൂക്ഷിക്കുകയാണ്. മകൻ്റെ അവസാന ശബ്ദവും അവരുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ നിലപാട് ലെതർ ബെൽറ്റ്, ഗ്ലൂ ഗണ്ണിന്റെ കേബിൾ വയർ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് മർദ്ദിച്ചു, വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് കുറ്റവിചാരണ നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു മർദ്ദനം എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കുറ്റപത്രത്തിലും വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പ്രാഥമിക കുറ്റപത്രത്തിലായിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിൻ്റെ ഒരു നിലപാട് എന്താണെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. വരും മണിക്കൂറുകളിൽ സർക്കാരിൻ്റെ നിലപാട് അറിയുവാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.